ഹായ് കൂട്ടുകാരെ. നമ്മളിന്ന് നമ്മുടെ ചിറകുള്ള കൂട്ടുകാരെക്കുറിച്ച്, അതായത് പക്ഷികളെക്കുറിച്ച് ഒരുപാട് രസകരമായ കാര്യങ്ങൾ അറിയാൻ പോവുകയാണ്. തുടങ്ങാൻ തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ചിലപ്പോ നിങ്ങളുടെ പെൻസിൽ ബോക്സിൽ ഇടാൻ പറ്റുന്ന അത്ര കുഞ്ഞൻ. അത് ബി ഹമ്മിങ് ബേർഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു വലിയ തേനീച്ചയുടെ അത്രേ വലിപ്പമുള്ളൂ ഈ കുഞ്ഞൻ പക്ഷിക്ക്. ഒന്ന് ഓർത്തു നോക്കൂ. ശരിക്കും ഒരു തേനീച്ചയുടെ അത്രയുള്ളൂ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോ നേരെ വിപരീതം ചോദിക്കട്ടെ. ഏറ്റവും ഭാരം കൂടിയ പക്ഷി ഏതാണ്? ഒരു ആനയെപ്പോലെ ഭീമനല്ലെങ്കിലും പക്ഷികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആള്. അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒട്ടകപ്പക്ഷിയാണ്. പറക്കാൻ കഴിയില്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയും. പിന്നെ ഏറ്റവും ഭാരം കൂടിയതും ഒട്ടകപ്പക്ഷി തന്നെ. ഓഹോ, അപ്പോ ഏറ്റവും വലിയ പക്ഷി ഏറ്റവും വലിയ മുട്ടയിടുമായിരിക്കുമല്ലേ? തീർച്ചയായും. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട ഒട്ടകപ്പക്ഷിയുടേതാണ്. അതിന്റെ ഭാരം കേട്ടാൽ നിങ്ങൾ ശരിക്കും അതിശയിക്കും. ഏതാണ്ട് 1.5 കിലോഗ്രാം. 1.5 കിലോയോ? അതെ, ഒരു വലിയ കൈതച്ചക്കയുടെ അത്രയും ഭാരം വരും. ഹോ, 1.5 കിലോയുടെ മുട്ട. അതുകൊണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയാല് നമ്മുടെ ക്ലാസ്സിലെ എല്ലാവർക്കും കഴിക്കാമല്ലോ. കൊള്ളാം. അപ്പോ വലുപ്പത്തിന്റെ കാര്യത്തില് ഈ കുഞ്ഞനും വലുപ്പിനും ഉണ്ട്. ഇനി വേഗതയുടെ കാര്യം നോക്കിയാലോ? നിങ്ങളുടെ സൂപ്പർ ഹീറോകളെക്കാൾ, ചിലപ്പോൾ ഒരു ഛോട്ടാ ഭീമിനേക്കാൾ വേഗത്തിൽ പറക്കുന്ന പക്ഷിയുണ്ടോ? ഉണ്ട്. പെരഗ്രീൻ ഫാൽക്കോൺ എന്ന പക്ഷിയാണ് വേഗതയുടെ കാര്യത്തിൽ രാജാവ്. അതിനു മണിക്കൂറിൽ 390 കിലോമീറ്റർ വേഗതയിൽ വരെ താഴേക്ക് കുതിച്ചു ചാടാൻ കഴിയും. ഒന്ന് ആലോചിച്ചു നോക്കൂ. 390? അതെ, ഒരു റേസിംഗ് കാറിനേക്കാൾ വേഗതയാണത്. ഹോ, അത്ഭുതം തന്നെ. വേഗത മാത്രമല്ലല്ലോ, ചില പക്ഷികൾ ഒരുപാട് ഉയരത്തിൽ പറക്കുമെന്നും കേട്ടിട്ടുണ്ട്. വിമാനമൊക്കെ പോകുന്ന അത്ര ഉയരത്തിൽ പറക്കുന്ന പക്ഷികളുണ്ടോ? ഉണ്ട്. റുപ്പൽസ് കഴുകൻ, റുപ്പൽസ് വൾച്ചർ എന്നാണ് പറയുക. അതാണ് ആ മിടുക്കൻ. ഏകദേശം 37,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ ഈ കഴുകന്മാർക്ക് സാധിക്കും. 37,000 അടി? അതെ, അത്രയും ഉയരത്തില് നമുക്കൊന്നും ശ്വാസം കിട്ടില്ല. പക്ഷെ അവർക്കത് ഒരു പ്രശ്നമേ അല്ല. എന്തൊരു കഴിവ്! ശരിയാണ്, പക്ഷികളുടെ കഴിവുകൾ പറഞ്ഞു തീരില്ല. ഇനി അവയുടെ വീടുകളെക്കുറിച്ച്, അതായത് കൂടുകളെക്കുറിച്ച് സംസാരിച്ചാലോ? ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന പക്ഷി ഏതാണ്? അത് വെള്ളത്തലയൻ കടൽപ്പരുന്താണ്. ബാൾഡ് ഈഗിൾ എന്ന് പറയും. ഇവ ഒരേ കൂട് തന്നെ വർഷങ്ങളോളം ഉപയോഗിക്കുകയും പിന്നെ വലുതാക്കുകയും ചെയ്യും. ചിലപ്പോൾ കൂടിന് ഭാരം കൂടിയിട്ട് മരം വരെ ഒടിഞ്ഞു വീഴാറുണ്ടത്രേ. ഓഹോ, അപ്പോ ഏറ്റവും ചെറിയ കൂടുണ്ടാക്കുന്ന പക്ഷി ഏതായിരിക്കും? ആ കുഞ്ഞൻ തേൻകുരുവിയാണോ? തേൻകുരുവിയുടെ കൂടും ചെറുതാണ്. പക്ഷേ അയോറ എന്ന പക്ഷിയുടെ കൂടും വളരെ ചെറുതാണ്. ഒരു ചെറിയ കപ്പിന്റെ ആകൃതിയിലുള്ള കൂടാണ് ഈ പക്ഷി ഉണ്ടാക്കുന്നത്. പക്ഷികളുടെ കഴിവുകൾ ഇനിയുമുണ്ട്. മുന്നോട്ട് പറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പിന്നോട്ട് പറക്കാൻ കഴിവുള്ള ഒരു പക്ഷിയുണ്ട്, ഒരു ഹെലികോപ്റ്റർ പോലെ. ഏതാണെന്ന് പറയാമോ കൂട്ടുകാരെ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹമ്മിങ് ബേർഡ് കുടുംബത്തിലെ പക്ഷികളാണ്. അവ ചിറകുകൾ അതിവേഗത്തിൽ അടിക്കുന്നതുകൊണ്ടാണ്. മുന്നോട്ടും പിന്നോട്ടും ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കാനും അവക്ക് സാധിക്കുന്നത്. എത്ര വേഗത്തിലടിക്കും? സെക്കൻഡിൽ 50 മുതൽ 80 തവണ വരെ ചിറകടിക്കും. ഭയങ്കര സ്പീഡല്ലേ? കൊള്ളാം. തലയുടെ കാര്യത്തിലുമുണ്ട് പ്രത്യേകതകൾ. കഴുത്ത് ഏതാണ്ട് ഒരു വട്ടം മുഴുവൻ തിരിച്ച് പുറകിലേക്ക് നോക്കാൻ കഴിവുള്ള പക്ഷിയേതാണ്. നമ്മൾ തിരിഞ്ഞു നോക്കുന്ന പോലെയല്ല, കുറച്ചുകൂടി കൂടുതൽ. അത് മൂങ്ങയാണ്. ഔൾ. മൂങ്ങയ്ക്ക് തല മുഴുവൻ വട്ടം, അതായത് 360 ഡിഗ്രി തിരിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ 270 ഡിഗ്രി വരെ തിരിക്കാനാകും. അതായത് വലത്തോട്ടും ഇടത്തോട്ടും ഒരുപാട് തിരിച്ച് ഏകദേശം പുറകിലുള്ള കാഴ്ചകൾ കാണാൻ അവയ്ക്ക് സാധിക്കും. രാത്രിയിൽ ഇര പിടിക്കാൻ ഈ കഴിവ് അവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുമതി അല്ലേ പുറകിൽ ആരാ വരുന്നതെന്ന് നോക്കാൻ. ഇനി ഒരു വിചിത്രമായ ചോദ്യം. കാലുകൊണ്ട് രുചി അറിയുന്ന ഒരു ജീവിയുണ്ട്, പക്ഷെ അതൊരു പക്ഷിയല്ല കേട്ടോ. ഏതാണത്? നമ്മൾ കാലുകൊണ്ട് ഐസ്ക്രീം തൊട്ടു നോക്കിയാൽ എങ്ങനെയിരിക്കും? അത് ചിത്രശലഭമാണ്. ബട്ടർഫ്ലൈ. ചിത്രശലഭങ്ങളുടെ കാലുകളിലാണ് രുചി അറിയാനുള്ള ആ കഴിവുള്ളത്. അതുകൊണ്ടവ പൂക്കളിൽ വന്നിരിക്കുമ്പോൾ തേനിന്റെ മധുരം തിരിച്ചറിയുന്നത് കാലുകൾ കൊണ്ടാണ്. അതുകൊള്ളാം. ഇനി പറക്കുന്ന കാര്യത്തിൽ മറ്റൊരു പ്രത്യേകത. പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെ നമ്മൾ സസ്തനികൾ എന്ന് വിളിക്കും, അല്ലേ? മനുഷ്യരും പശുവും പൂച്ചയുമൊക്കെ. എന്നാൽ പറക്കാൻ കഴിവുള്ള ഒരേയൊരു സസ്തനി ഏതാണ്? അതിനെ പറക്കും കുറുക്കൻ എന്നും വിളിക്കാറുണ്ട്. അത് വവ്വാലാണ്. വവ്വാലിന്റെ മുഖത്തിന് കുറുക്കന്റെ മുഖവുമായി ഒരു സാമ്യമുള്ളതുകൊണ്ടാണ് അതിനെ പറക്കും കുറുക്കൻ എന്ന് ചിലയിടങ്ങളിൽ വിളിക്കുന്നത്.
പക്ഷികളെപ്പോലെ തോന്നുമെങ്കിലും വവ്വാലുകൾ പക്ഷികളല്ല. അവ സസ്തനികളാണ്. പറക്കാൻ കഴിവുള്ള ഒരേയൊരു സസ്തനി. ഇനി ഒരു സങ്കടകരമായ കാര്യം ചോദിക്കട്ടെ. പണ്ട് ഭൂമിയിലുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ കാണാൻ പോലുമില്ലാത്തൊരു പാവം പക്ഷിയുണ്ട്. ഡോഡോ എന്നാണ് പേര്. മനുഷ്യർ കാരണം അതില്ലാതായി. ഏത് ദ്വീപിലാണ് ഈ പക്ഷിയുണ്ടായിരുന്നത്? ഡോഡോ പക്ഷി അതുണ്ടായിരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് എന്ന ദ്വീപിലാണ്. പറക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് അവയ്ക്ക് വേട്ടക്കാരിൽ നിന്ന് എളുപ്പം രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അയ്യോ പാവം. അതെ, മനുഷ്യർ അവിടെ എത്തിയപ്പോൾ അവയെ ഒരുപാട് വേട്ടയാടുകയും കൂടാതെ മനുഷ്യർ കൊണ്ടുവന്ന മറ്റു മൃഗങ്ങൾ അവയുടെ മുട്ടകൾ നശിപ്പിക്കുകയും ചെയ്തപ്പോൾ ഡോഡോ പക്ഷികൾക്ക് വംശനാശം സംഭവിച്ചു. വംശനാശം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? വംശനാശം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആ ജീവിവർഗം ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതായി എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നോർത്താൽ വളരെ സങ്കടകരമാണത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റു ജീവികളെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. ശരിയാണ്. നമ്മൾ എല്ലാ ജീവികളെയും സ്നേഹിക്കണം, സംരക്ഷിക്കണം. ഇനി ചില പക്ഷികൾക്ക് അവ ചെയ്യുന്ന ജോലികളനുസരിച്ച് ചില ഓമന പേരുകളുണ്ട്. അത് രസകരമാണ്. നമുക്ക് നോക്കിയാലോ? തീർച്ചയായും. കാടിന്റെ കർഷകൻ എന്നറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പക്ഷിയുണ്ട്. കാട്ടിലെ കൃഷിക്കാരൻ. ആരാണത്? അത് മലമുഴക്കി വേഴാമ്പല്, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ. ഇത് നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന പക്ഷി കൂടിയാണല്ലോ. പഴങ്ങളൊക്കെ കഴിച്ച് അതിന്റെ വിത്തുകൾ ദൂരെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിടുന്നതുകൊണ്ടാണ് കാടിന്റെ കർഷകൻ എന്ന് വിളിക്കുന്നത്, അല്ലേ? അതെ അതെ, പുതിയ മരങ്ങളുണ്ടാകാൻ ഇത് സഹായിക്കും. വളരെ ശരിയാണ്. നമ്മുടെ സംസ്ഥാന പക്ഷിയെ കാടിന്റെ കർഷകൻ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ തന്നെ ഒരു സന്തോഷം. ഇനി നമ്മുടെ ചുറ്റുപാടും വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു പക്ഷിയുണ്ട്. പ്രകൃതിയുടെ തോട്ടി എന്നാണ് അതിന്റെ പേര്. അത് കാക്കയാണെന്ന് തോന്നുന്നു, അല്ലേ? ചീഞ്ഞതും വേണ്ടാത്തതുമായ സാധനങ്ങളൊക്കെ കുത്തിപ്പൊറുക്കി തിന്ന് കാക്ക നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയാക്കുന്നുണ്ട്. അതെ, കാക്ക തന്നെ. ഇനി കൃഷിക്കാർക്ക് സഹായം ചെയ്യുന്ന ഒരു പക്ഷിയുണ്ട്. കർഷകന്റെ കൂട്ടുകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. കൃഷിയിടത്തിലെ പുഴുക്കളെയും കീടങ്ങളെയും തിന്ന് സഹായിക്കും. രാത്രിയിലാണ് ഈ കൂട്ടുകാരന്റെ പെട്രോളിംഗ് കൂടുതലും. ഓ, അത് മൂങ്ങയാണ്. രാത്രിയില് എലികളെയും മറ്റും പിടിച്ച് കർഷകരെ സഹായിക്കുന്നു. അതെ. ഇനി ഒരു വിരുദ്ധന്റെ പേര് പറയാം. പക്ഷികളിലെ പോലീസ്. മറ്റുള്ള പക്ഷികളെ ഓടിച്ചിട്ട് പിടിക്കാനും അവയുടെ ഭക്ഷണം തട്ടിയെടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു കക്ഷി. അത് കാക്കത്തമ്പുരാട്ടിയായിരിക്കും. ചെറിയ ആളാണെങ്കിലും ഭയങ്കര ധൈര്യശാലിയാണ്. വലിയ പക്ഷികളെ വരെ ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൂട്ടുകാരെ, ഈ പക്ഷികളുടെ ലോകം എന്ത് രസമാണല്ലേ! ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ, ഓരോ ജോലികൾ. ഇതുപോലെ നിങ്ങളും ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ എപ്പോഴും ഉത്സാഹം കാണിക്കണം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ശ്രമത്തിന് ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. നമുക്ക് കുറച്ചുകൂടി പക്ഷിവിശേഷങ്ങൾ കേട്ടാലോ? തീർച്ചയായും. നേരത്തെ യാത്രയുടെ കാര്യം പറഞ്ഞല്ലോ. ചില പക്ഷികൾ സ്ഥിരമായി ഒരിടത്ത് താമസിക്കില്ല. അവർ ദൂരെ യാത്രകൾ പോയി തിരിച്ചുവരും. അങ്ങനെയുള്ള പക്ഷികളെ നമ്മൾ ഒരു പ്രത്യേക പേര് വിളിക്കുമല്ലോ. ദേശാടന പക്ഷികൾ, മൈഗ്രേറ്ററി ബേർഡ്സ് എന്നാണ് അവരെ വിളിക്കുക. കാലാവസ്ഥ മാറുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം തേടിയോ ആണ് സാധാരണയായി പക്ഷികൾ ഇങ്ങനെ ദൂരയാത്രകൾ ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്നൊരു സൂപ്പർ പക്ഷി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഭൂമിയുടെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് പറക്കുന്ന പക്ഷി. അത് ആർട്ടിക് ടേൺ എന്ന ഒരത്ഭുത പക്ഷി തന്നെയാണ്. ആർട്ടിക് പ്രദേശത്തുനിന്ന്, അതായത് ഉത്തരധ്രുവത്തിനടുത്തുനിന്ന് അന്റാർട്ടിക്കയിലേക്ക്, ദക്ഷിണധ്രുവത്തിനടുത്തേക്ക് എല്ലാ വർഷവും ഈ പക്ഷി പറക്കും. ഓ, എത്ര ദൂരം! പോയി വരാനായി ഏകദേശം 70,000 കിലോമീറ്റർ ദൂരം. ഓർത്തുനോക്കൂ, നമ്മുടെ നാട്ടിൽ നിന്ന് ഡൽഹിക്ക് പോയി വരുന്നതിന്റെ എത്രയോ ഇരട്ടി ദൂരം. 70,000 കിലോമീറ്റർ. എന്തിനായിരിക്കും ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നത്? പ്രധാനമായും ഭക്ഷണത്തിനും പിന്നെ പ്രജനനത്തിനും വേണ്ടിയാണ്. ഭൂമിയുടെ ഒരറ്റത്ത് തണുപ്പുകാലമാകുമ്പോൾ മറ്റേ അറ്റത്ത് ചൂടുകാലമായിരിക്കും. അപ്പോൾ അവിടുത്തെ ഭക്ഷണം തേടിയാണ് യാത്ര. എപ്പോഴും വേനൽക്കാലം തേടിപ്പോകുന്നൊരു പക്ഷിയെന്നും പറയാം. ഇത്രയും ദൂരം പോകുമ്പോൾ വഴിതെറ്റില്ലേ? GPS ഒന്നും ഇല്ലല്ലോ. എങ്ങനെയാണ് ഈ ആർട്ടിക് ടേൺ വഴി കണ്ടുപിടിക്കുന്നത്? അതൊരു വലിയ രഹസ്യം തന്നെയാണ്. എങ്കിലും ശാസ്ത്രജ്ഞർ പറയുന്നത് പകൽ സമയത്ത് സൂര്യന്റെ സ്ഥാനം നോക്കിയും രാത്രിയില് നക്ഷത്രങ്ങളെ നോക്കിയുമാണ് ഇവർ പ്രധാനമായും വഴി കണ്ടെത്തുന്നത് എന്നാണ്. അതുകൂടാതെ ഭൂമിയുടെ കാന്തിക വലയം തിരിച്ചറിയാനും ചില പക്ഷികൾക്ക് കഴിവുണ്ട്. സൂര്യനും നക്ഷത്രങ്ങളും വഴികാട്ടികൾ. കൊള്ളാം.
നമ്മുടെ ഇന്ത്യയ്ക്കുള്ളിൽ തന്നെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ദേശാടനം നടത്തുന്ന പക്ഷികളുണ്ടോ? ഉണ്ട്. നാഗമോഹൻ, വാൽക്കുലുക്കി പക്ഷി, പലതരം മണൽക്കോഴികൾ, മഞ്ഞക്കിളി എന്നിവയൊക്കെ ഇന്ത്യക്കുള്ളിൽ ദേശാടനം നടത്തുന്നവരാണ്. നമ്മുടെ കേരളത്തിലും ധാരാളം ദേശാടന പക്ഷികൾ വിരുന്നെത്താറുണ്ട് കേട്ടോ. ഇനി നമുക്ക് പക്ഷികളുടെ കൂടുകളെയും മുട്ടകളെയും പിന്നെ കുഞ്ഞുങ്ങളെയും കുറിച്ചുള്ള ചില കാര്യങ്ങൾ നോക്കാം. എല്ലാ പക്ഷികളുടെയും മുട്ടകൾ കോഴിമുട്ട പോലെ വെള്ളിയോ തവിട്ടോ നിറത്തിലായിരിക്കുമോ? ഒരിക്കലുമല്ല. ഓരോ പക്ഷിയുടെയും മുട്ടയ്ക്ക് അതിൻ്റേതായ നിറവും ആകൃതിയും വലുപ്പവുമുണ്ട്. ചില മുട്ടകൾ നീല നിറത്തിലായിരിക്കും, ചിലത് പച്ച, ചിലതിന് പുള്ളികളോ വരകളോ കാണും. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അവയുടെ ചുറ്റുപാടുകളുമായി ചേർന്ന നിറമായിരിക്കും പലപ്പോഴും മുട്ടകൾക്ക്. ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ള കുട്ടികളെപ്പോലെ സ്വന്തമായി കൂടുണ്ടാക്കാൻ മടിയുള്ള പക്ഷികളുണ്ടോ? ഉണ്ട്. ചില മടിയൻ പക്ഷികൾ സ്വന്തമായി കൂടുണ്ടാക്കാതെ മറ്റു പക്ഷികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൂട്ടിൽ പോയി മുട്ടയിടും. കുയിലൊരു ഉദാഹരണമാണ്. ആഹാ, കുയിലിനെ അറിയാം. കാക്കയുടെ കൂട്ടിലാണ് സാധാരണയായി കുയിൽ മുട്ടയിടുന്നത്. അതുപോലെ കൗബേർഡ്, ഇൻഡിഗോ ബേർഡ് എന്നിവയുമുണ്ട്. പാവം കാക്കയും മറ്റു പക്ഷികളും സ്വന്തം കുഞ്ഞാണെന്ന് കരുതി ഈ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ വളർത്തും. അത് കഷ്ടമാണല്ലോ. ഇനി വേറൊരു തരം കൂട്. തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷിയുണ്ടോ? തേനീച്ച കുത്തില്ലയാവോ? പൊന്മാൻ, കിങ്ഫിഷർ, സാധാരണയായി പുഴയുടെയോ തോടിന്റെയോ തീരത്ത് മണ്ണിൽ തുരങ്കമുണ്ടാക്കിയാണ് കൂടുണ്ടാക്കുന്നത്. എന്നാൽ ചിലപ്പോൾ മരപ്പൊത്തുകളിലോ പഴയ തേനീച്ചക്കൂടുകളിലോ ഒക്കെ ഇവ കൂടുണ്ടാക്കാറുണ്ടെന്നും പറയപ്പെടുന്നു. അത്ര ഉറപ്പില്ല. ഓക്കെ. ചിലർക്ക് ഒറ്റയ്ക്ക് നടക്കാനാണ് ഇഷ്ടം, ചിലർക്ക് കൂട്ടമായിട്ട്. പക്ഷികളുടെ കൂട്ടത്തില് കൂട്ടമായി താമസിക്കാൻ ഇഷ്ടമില്ലാത്ത, തനിയെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷി ഏതാണ്? ചെമ്പോത്ത്, ഗ്രേറ്റർ കൂക്കൽ അഥവാ ഉപ്പൻ, സാധാരണയായി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇണയോടൊപ്പമോ ആണ് കാണപ്പെടുന്നത്. മറ്റു പല പക്ഷികളെയും പോലെ വലിയ കൂട്ടമായി ഇവയെ കാണാറില്ല. നമ്മള് വീടൊക്കെ ഉണ്ടാക്കിയാൽ അത് കേടായില്ലെങ്കിൽ പിന്നെയും അവിടെ തന്നെ താമസിക്കുമല്ലോ. അതുപോലെ പക്ഷികളും ചെയ്യാറുണ്ടോ? പഴയ കൂട് വീണ്ടും ഉപയോഗിക്കുമോ? തീർച്ചയായും. ബുൾബുൾ, സൂചിമുഖി, ഇന്ത്യൻ വൈറ്റൈ, അമ്പലപ്പുള്ള്, ഹൗസ് സ്വിഫ്റ്റ്, മറ്റു ശരപ്പക്ഷികൾ സ്വിഫ്റ്റ്സ് എന്നിവയൊക്കെ വീടുകളിലോ കെട്ടിടങ്ങളിലോ ഉണ്ടാക്കിയ കൂട് കേടായില്ലെങ്കിൽ അടുത്ത വർഷവും അറ്റുകുറ്റപ്പണി ചെയ്ത് അതേ കൂട് തന്നെ ഉപയോഗിക്കാറുണ്ട്. പുതിയ കൂടുണ്ടാക്കുന്ന അത്ര പണിയില്ലല്ലോ. അത് ശരിയാണ്. നല്ല ഭംഗിയുള്ള വീടുണ്ടാക്കിയ ശേഷം മാത്രം പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ക്ഷണിക്കുന്നത് പോലെ നല്ല ഭംഗിയുള്ള കൂടുണ്ടാക്കിയിട്ട് പെൺപക്ഷിയെ ആകർഷിക്കുന്ന ഒരു പക്ഷിയുണ്ട്. ആരാണത്? അത് തൂക്കണാംകുരുവി അഥവാ ആറ്റക്കുരുവി, ബയാവീവർ ആണ്. ആൺകുരുവികളാണ് നല്ല ബലമുള്ള തൂങ്ങിക്കിടക്കുന്ന കൂടുകളുണ്ടാക്കുന്നത്. കൂടൊരു പരുവമാകുമ്പോൾ പെൺകുരുവിയെ ക്ഷണിക്കും. പെൺകുരുവിക്ക് കൂട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ബാക്കി പണി പൂർത്തിയാക്കി അതിൽ മുട്ടയിടൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അല്ലെങ്കിൽ ആ കൂട് ഉപേക്ഷിച്ച് വേറെ കൂടുണ്ടാക്കാൻ തുടങ്ങും ആൺകുരുവി. ഓഹോ, കല്യാണത്തിനു മുൻപ് വീട് റെഡി. കൊള്ളാം. ഇനിയൊരു അമ്മ പക്ഷിയുടെ കാര്യം. മുട്ടയിട്ട ശേഷം ഇനി അടയിരുന്ന് കുഞ്ഞിനെ നോക്കുന്നത് നിന്റെ പണിയാണ് എന്നു പറഞ്ഞ് അച്ഛൻ പക്ഷിയെ ഏൽപ്പിക്കുന്ന ഒരു അമ്മ. ആരാണാ പക്ഷി? ഈ പക്ഷിക്ക് താമരയിലയുടെ മുകളിലൂടെ നടക്കാൻ പറ്റുന്ന നീണ്ടൻ വിരലുകളുണ്ട്. അത് താമരക്കോഴിയാണ്, ബ്രോൺസ് വിങ്ഡ് ജാക്കാന. പെൺപക്ഷി മുട്ടയിട്ട ശേഷം അടയിരിക്കുന്നതും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും കൂടുതലും ആൺപക്ഷിയുടെ ജോലിയാണ്. താമരയിലയിലും ആമ്പലിലതലിലുമൊക്കെ നടന്ന് പ്രാണികളെ പിടിക്കാനാണ് ആ നീണ്ട വിരലുകൾ സഹായിക്കുന്നത്. അപ്പോ അച്ഛൻ പക്ഷികൾ മിടുക്കന്മാരാണല്ലോ. ഇനി അന്റാർട്ടിക്കയിലെ കൊടും തണുപ്പിൽ പെൺപക്ഷിയിടുന്ന ഒരേയൊരു മുട്ട സ്വന്തം കാൽനടിയിൽ വെച്ച് ഭക്ഷണം പോലും കഴിക്കാതെ അത് വിരിയുന്നതുവരെ കാത്തിരിക്കുന്നൊരച്ഛൻ പക്ഷിയുണ്ട്. ഏറ്റവും വലിയ പെൻഗ്വിനാണിവൻ. ആരാണത്? അത് ചക്രവർത്തി പെൻഗ്വിനാണ്. -ഡിഗ്രി തണുപ്പിൽ ഏകദേശം 2 മാസത്തോളം ആൺ പെൻഗ്വിൻ മുട്ടയ്ക്കടയിരിക്കും. ഈ സമയം പെൺപക്ഷി കടലിൽ ഭക്ഷണം തേടി പോയിരിക്കും. എന്നിട്ടോ? കുഞ്ഞ് വിരിഞ്ഞ് കുറച്ചു കഴിയുമ്പോഴേക്കും അമ്മ തിരിച്ചെത്തും. അച്ഛന്റെയും അമ്മയുടെയും ഈ സഹകരണമാണ് ആ തണുപ്പിൽ കുഞ്ഞുങ്ങളെ ജീവനോടെ നിലനിർത്തുന്നത്. എന്തൊരു സ്നേഹവും സഹകരണവുമാണല്ലേ. ഇനി നമ്മുടെ നാട്ടിലൊരു കാര്യം. തെങ്ങിന്റെയോ വാഴയുടെയോ ഓലയുടെ അടിഭാഗത്ത് ഇലകൾ തുന്നിച്ചേർത്ത് ഭംഗിയുള്ള കൂടുണ്ടാക്കുന്നൊരു പക്ഷിയുണ്ട്. ആരാണത്? അത് ചിലന്തി വേട്ടക്കാരൻ എന്ന പക്ഷിയാണ്. ഇലകളുടെ അടിയിൽ തൂങ്ങിക്കിടക്കുന്ന
ചിലന്തി വലയും നാരുകളും ഒക്കെ ഉപയോഗിച്ച് തുന്നിച്ചേർത്ത കൂടുകളാണ് ഇവയുണ്ടാക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. ശരിയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പക്ഷികളെക്കുറിച്ച് പറഞ്ഞു. ഈ പക്ഷികളെക്കുറിച്ചും അവയുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ തന്നെയുണ്ടല്ലേ? എന്താണതിന്റെ പേര്? ഓർണിത്തോളജി എന്നാണ് പക്ഷികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത്. പക്ഷി നിരീക്ഷണം ഒരു ഹോബിയാക്കിയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോ പക്ഷികളുടെ കൂടുകളെക്കുറിച്ച് മാത്രം പഠിക്കുന്നതിനും പേരുണ്ടോ? ഉണ്ട്. അതിന് കാലിയോളജി എന്ന് പറയും. പക്ഷിക്കൂടുകളുടെ നിർമ്മാണം, അവയുടെ ഘടന, എന്തിനാണ് ഓരോ തരം കൂടുണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള പഠനമാണിത്. ഓർണിത്തോളജി, കാലിയോളജി, പുതിയ 2 വാക്കുകൾ പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ നാടായ കേരളത്തെക്കുറിച്ചും പക്ഷികളുമായി ബന്ധപ്പെട്ട ചില പൊതുവായ കാര്യങ്ങൾ നോക്കിയാലോ? തീർച്ചയായും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്നാലും ഒന്നുകൂടി ഓർക്കാം. നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഏതാണ്? കാടിന്റെ കർഷകൻ എന്ന് വിളിക്കുന്ന പക്ഷി. മലമുഴക്കി വേഴാമ്പൽ. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? അത് മയിലാണ്. നല്ല ഭംഗിയുള്ള പക്ഷിയല്ലേ? അതെ. പറക്കാൻ കഴിവില്ലാത്ത ചില പക്ഷികളുടെ പേരുകൾ പറയാമോ? നമ്മൾ ഒട്ടകപ്പക്ഷിയുടെ കാര്യം പറഞ്ഞിരുന്നു. ഒട്ടകപ്പക്ഷി കൂടാതെ എമ്മു, കിവി, പിന്നെ പെൻഗ്വിൻ എന്നിവയൊക്കെ പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളാണ്. ഓരോന്നിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. പക്ഷികളെ കാണാനും അവയെ സംരക്ഷിക്കാനും വേണ്ടി നമ്മുടെ കേരളത്തിൽ ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. പക്ഷിസങ്കേതങ്ങൾ എന്നു പറയും. പ്രധാനപ്പെട്ട ചില പക്ഷിസങ്കേതങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാടുണ്ട്. എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷിസങ്കേതം വളരെ പ്രശസ്തമാണ്. അതുപോലെ വയനാട്ടിലെ പക്ഷിപാതാളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി കിടക്കുന്ന കടലുണ്ടി പക്ഷിസങ്കേതം, കോട്ടയം ജില്ലയിലെ കുമരകം, പിന്നെ എറണാകുളം നഗരത്തിനുള്ളിലെ മംഗളവനം എന്നിവയെല്ലാം പ്രധാനപ്പെട്ട പക്ഷിസങ്കേതങ്ങളാണ്. ഇതിൽ കടലുണ്ടി പക്ഷിസങ്കേതം 2 ജില്ലകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? അതെ. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലാണ് കടലുണ്ടി പക്ഷിസങ്കേതം. ധാരാളം ദേശാടന പക്ഷികൾ വരുന്ന ഒരിടമാണിത്. കേരളത്തിൽ എപ്പോഴും പച്ചപ്പ് നിറഞ്ഞ, അതായത് മരങ്ങൾ ഇലപൊഴിക്കാത്ത തരം ഒരു വനപ്രദേശമേ ഉള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. നിത്യഹരിതവനം ഏതാണത്? അത് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി അഥവാ സൈരന്ധ്രി വനമാണ്. വളരെ വളരെ അപൂർവമായ സസ്യങ്ങളും ജീവികളും അവിടെയുണ്ട്. നമ്മുടെ സംസ്ഥാന വനം വകുപ്പിന്റെ കീഴിലുള്ള സംരക്ഷിത പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? അതൊരു പക്ഷിസങ്കേതമാണ്. എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. അത് മംഗളവനം പക്ഷിസങ്കേതമാണ്. കണ്ടൽക്കാടുകളും പക്ഷികളുമുള്ള ആ പ്രദേശം കൊച്ചിയുടെ ശ്വാസകോശം എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വനങ്ങളുണ്ടോ? അതോ വനഭൂമി തീരെയില്ലാത്ത ജില്ലയുണ്ടോ? ആലപ്പുഴ ജില്ലയില് സ്വാഭാവിക വനഭൂമിയില്ല. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണത്? അത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. ദേശാടന പക്ഷികൾ ധാരാളമായി എത്തുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത്. നമ്മൾ എല്ലാ വർഷവും നവംബർ 12 ഒരു പ്രത്യേക ദിവസമായി ആചരിക്കുന്നു. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. ആരുടെ ജന്മദിനമാണെന്ന്? ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം. അത് ഡോക്ടർ സാലിം അലിയുടെ ജന്മദിനമാണ്. ഇന്ത്യയിലെ പക്ഷി നിരീക്ഷണത്തിനും പഠനത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായാണ് ആ ദിനം നമ്മൾ പക്ഷി നിരീക്ഷണത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. ഓക്കെ. അവസാനമായി ഒരു ചോദ്യം. സമാധാനത്തിന്റെ പ്രതീകമായി നമ്മൾ സാധാരണയായി കണക്കാക്കുന്ന പക്ഷി ഏതാണ്? അത് പ്രാവാണ്. ലോകമെമ്പാടും സമാധാനത്തിന്റെ ചിഹ്നമായി പ്രാവിനെ ഉപയോഗിക്കാറുണ്ട്. ഇന്നത്തെ ഈ പക്ഷിവിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള ഒരുപാട് അറിവുകളും രസകരമായ വിശേഷങ്ങളും ഇനിയും നിങ്ങൾക്ക് കാണാം. അപ്പോ പുതിയ വിഷയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ടാറ്റ.